ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്കൊരു ക്രിസ്മസ് തീമിലൊരു അടിപൊളി ഹെയർ ബാൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഈ ഒരു റിബണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ബ്ലാക്കിൽ വൈറ്റ് ക്രിസ്മസ് തീം ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ മടക്കുക, ഇങ്ങനെ മടക്കുക. അപ്പോൾ മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം മടക്കിയതിൻ്റെ മുകളിലോട്ട് കുറച്ചൊന്ന് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന പോലെ നമ്മളൊന്ന് മടക്കിയെടുക്കുക കേട്ടോ. ഓക്കെ, കണ്ടോ? അപ്പോൾ ഇതേപോലെ ഇരിക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, നല്ല ഭാഗം കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ വെച്ചിട്ട് കറക്റ്റ് സെൻറ്റർ ഇതാ ഇതേപോലെ മടക്കുക. കണ്ടോ? മുകൾ ഭാഗത്തായിട്ട് മടക്കുക. നല്ല ഭാഗമാണ് ഇതേപോലെ മടക്കുന്നത് കേട്ടോ. അതിനുശേഷം രണ്ട് സൈഡിലോട്ടായിട്ട് വീണ്ടും താഴത്തോട്ട് മടക്കുക. കണ്ടോ? ഇതേപോലെ മടക്കുക. നല്ല അടിപൊളി ഒരു ബോർഡ് ഷേപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം ഒരു നൂലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുക. അധികം ടൈറ്റായിട്ടൊന്നും കെട്ടണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് കെട്ടിയാൽ മതി. കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലാണ് ആ കറക്റ്റ് ആ ഒരു ഇത് വരുള്ളൂ. നമ്മുടെ മിന്നിയുടെയൊക്കെ ഒരു ബോയില്ലേ, ആ ഒരു ലുക്കാണ് നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പോൾ ഈ കെട്ട് കറക്റ്റ് സെൻറ്ററിലോട്ട് ആവാനും ശ്രദ്ധിക്കാം. പിന്നെ നമ്മളിതാ ചെറിയൊരു റിബൺ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്ലെയിൻ ബ്ലാക്ക് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനിതാ ഈ ഒരു കെട്ടിൻ്റെ മുകളിലൂടെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. അതും വലിച്ച് കെട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കറക്റ്റ് വെച്ച് നോക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തത്. പിന്നെ അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നതൊന്നും കാണിക്കാതെ ജസ്റ്റ് ഇത് മാത്രം കാണിച്ചു കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വിട്ടു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് വലിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭംഗി കുറയും. അതുകൊണ്ട് തന്നെ നമ്മൾ കെട്ടുന്നതും അതുപോലെ തന്നെ ഈ ഒരു പീസ് ഓഫ് റിബൺ ചുറ്റുന്നതും ഒക്കെ ഒന്ന് ലൂസായിട്ട് തന്നെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്ലൂ എല്ലാവരും യൂസ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു എലിഗേറ്റർ ക്ലിപ്പിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് എലിഗേറ്റർ ക്ലിപ്പിൽ മാത്രമല്ല, നമ്മുടെ ഹെയർ ടൈ ഉണ്ടല്ലോ, ഹെയർ ടൈൽ, പിന്നെ സാധാരണ സ്ലൈഡ് ഉണ്ടല്ലോ സൈഡിൽ കുത്തുന്നത്, അതിലൊക്കെ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് എങ്ങനെയാണ് ഫുൾ കവർ ചെയ്യണമെങ്കിൽ ഫുൾ കവർ ചെയ്യാം, സൈഡിൽ വെക്കണമെങ്കിൽ സൈഡിൽ വെക്കാം, എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന പോലെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. കുട്ടികളൊക്കെ ഇത് തലയിൽ വെച്ച് കാണുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ആദ്യം വെച്ചപ്പോൾ ഒന്ന് ഇറങ്ങിപ്പോയി, പിന്നെ ഞാനൊന്നും കൂടെ ഒന്ന് കയറ്റി വെച്ച് കൊടുത്തു കേട്ടോ. ഫുള്ള് ക്ലിപ്പ് കവർ ചെയ്ത് വെക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഉണങ്ങിയിട്ടില്ല ഗ്ലൂ, അതുകൊണ്ട് തന്നെ കുറച്ചൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഗ്ലൂ ഒന്ന് ഉണങ്ങാൻ വേണ്ടി വിട്ടു കൊടുക്കാം. ആദ്യം നമ്മൾ ആ ചുറ്റിയതുണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ നമ്മുടെ ക്ലിപ്പിലോട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് നന്നായിട്ട് ഫിക്സ് ആവുള്ളൂ. അപ്പോൾ ഞാനപ്പോൾ അത് ഉണങ്ങുന്നതിന് മുന്നേ ഫിക്സ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഉണങ്ങിയിട്ടുണ്ട്. വീണ്ടും നമ്മുടെ എലിഗേറ്റർ ക്ലിപ്പിലോട്ട് നമ്മൾ വീണ്ടും ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിയുമ്പോൾ ഉണങ്ങാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഉണങ്ങിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട് കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇനി നമ്മുടെ ടുട്ടുവിൻ്റെ ഇതിലൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ജസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്ത പേരാണ് ഈ ഡോളിന് കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാവരും നമുക്ക് ഓർഡറും തരും കേട്ടോ. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ കൂട്ടുകാരെ.